ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ ഇവരെ തമ്മിൽ ഇങ്ങനെ ഒരു കേബിൾ വെച്ച് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഒരു കേബിൾ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലാകുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ നമ്മൾ രണ്ട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് വയേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വയർലെസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് വഴി നമുക്ക് വേറൊരാളുടെ ഫോണിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ ഫോണും അയാളുടെ ഫോണും ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കണം, അല്ലേ? വയർ ഉപയോഗിച്ചിട്ടോ വയർലെസ് ഉപയോഗിച്ചിട്ടോ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ആ മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ടേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇൻ്റർനെറ്റ് ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഫോൺ. അതുപോലെ നമ്മൾ മെസ്സേജ് കിട്ടേണ്ട ആളും, ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചു, അയാൾ നെറ്റ് ഓഫാക്കി വെച്ച് വെക്കുകയാണെങ്കിൽ അയാൾ നെറ്റ്വർക്കിലില്ല. അപ്പം ആ സമയത്ത് അയാൾക്ക് മെസ്സേജ് കിട്ടുകയില്ല. അയാൾ എപ്പോഴാണോ ഇൻ്റർനെറ്റ് ഓൺ ആക്കുന്നത്, അപ്പോൾ ആ സമയത്ത് അയാൾ വയർലെസ് വഴി ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് ആ മെസ്സേജ് അയാൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളൊക്കെ നമുക്ക് മെസ്സേജുകളെ ഷെയർ ചെയ്യാൻ വേണ്ടി വയർ ഉപയോഗിച്ചിട്ടോ വയർലെസ് ആയിട്ടോ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നു. അപ്പോൾ ആ നെറ്റ്വർക്കിനെ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ടോപ്പോളജി വെച്ച് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മൾ വയർ ഉപയോഗിച്ച് നമുക്കിങ്ങനെ വയർലെസ് മീഡിയം അല്ലെങ്കിൽ വയർഡോ വയർലെസ് ആയിട്ടുള്ള മീഡിയം വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇങ്ങനെ ഫിസിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. നമ്മൾ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഹാർഡ്വെയർ കമ്പോണൻ്റാണ് നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹാർഡ്വെയർ കമ്പോണൻ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേറ്റേനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ നെറ്റ്വർക്ക് ഡിവൈസ് സഹായിക്കും. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡേറ്റ ഇങ്ങനെ അയക്കുന്ന സമയത്ത് തിരിച്ചും ഇങ്ങോട്ടും ഡേറ്റ വരാം, അല്ലേ? ഇങ്ങോട്ടും ഡേറ്റ പോകാം, തിരിച്ചും ഡേറ്റ വരാം. അപ്പം അങ്ങനെ ഇങ്ങനെ ഡേറ്റയുടെ ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് ട്രാഫിക് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി കൊണ്ട് നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഡേറ്റ നിങ്ങൾ വണ്ടിയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രാഫിക്കിനെ ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ട്രാഫിക്കിനെ നമ്മൾ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യും. പിന്നെ പല തരത്തിലുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാനായിട്ട് ഹെട്രോജീനിയസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ഇൻ്റർ കണക്ടിവിറ്റി ബിറ്റ്വീൻ ഹെട്രോജീനിയസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ടാവാം, ഒരു വാൻ നെറ്റ്വർക്ക് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള നെറ്റ്വർക്കുകളുണ്ടല്ലോ. ഈ നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി പോളിസീസ് എൻഷുർ ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യുന്ന ഡേറ്റ വേറെ ആളെ മോഷ്ടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ഹാർഡ്വെയർ ആണ്. നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ഹാർഡ്വെയറിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയും. അത് ഡേറ്റയുടെ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുക, ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക, നമുക്ക് പലതരത്തിലുള്ള നെറ്റ്വർക്കുകളെ നമ്മൾ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി പോളിസീസ് എൻഷുർ ചെയ്യുകയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ഡേറ്റ, ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസിനെ എഫിഷ്യൻ്റായിട്ടും സെക്യൂറായിട്ടും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രാഫിക്കിനെ മാനേജ് ചെയ്യുക, ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ് ബൈ റിഡ്യൂസിങ് കൺജങ്ഷൻ ആൻഡ് ട്രാഫിക്. കൺജങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൂടുതൽ നമ്മൾ ഒരു വണ്ടിയായിട്ട് ഒരു നാൽക്കവലയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം വണ്ടി വന്നാൽ ഇവിടെ ബ്ലോക്കായി കിടക്കാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഇവിടെ ഒരു പോലീസുകാരൻ നിന്നിട്ട് അല്ലെങ്കിൽ ട്രാഫിക് ഡ്യൂട്ടിയുള്ള ആൾ നിന്നിട്ട് ആ കറക്റ്റ് ടൈമിൽ വഴിതിരിച്ചൊക്കെ വിടുന്നതുകൊണ്ടാണ് നമുക്കവിടെ കൺജങ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ ഈസി ആയിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് നമുക്ക് ആ ഒരു ഇതുപോലുള്ള കവലകളിലൊക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം അങ്ങനെയുള്ള ഡേറ്റനെ ഇതുപോലെ കൂടുതൽ ഡേറ്റ വരുന്ന സമയത്ത് അതിൻ്റെ ബ്ലോക്ക് ആവാതെ കൺജക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവാതെ, അതായത് ഒരു ഹാക്കറോ കയറി നമ്മുടെ ഡേറ്റ മോഷ്ടിക്കാതിരിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? നെറ്റ്വർക്കിംഗ് ഡിവൈസസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമുക്കിങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസുകൾ പലതരത്തിലുണ്ട്.
അപ്പോൾ ഇനി ഏതൊക്കെ ഡിവൈസസുകളാണ് നമ്മൾ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ പോയിന്റ് പറയുകയാണെങ്കിൽ ഇനി ഈ സിഗ്നൽ ലോസ് ഒന്നും ഉണ്ടാകാതെ നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് ഡാറ്റനെ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് അയക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും സിഗ്നൽ വീക്കായി പോകും. അപ്പോൾ ഇങ്ങനെ സിഗ്നൽ വീക്കായി പോകാതെ അങ്ങനെ സിഗ്നൽ വീക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ആംപ്ലിഫൈ ചെയ്തൊക്കെ അയക്കുക. അതൊക്കെ ആയിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് നമ്മളിങ്ങനെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തെ സാധനമാണ് മോഡം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മോഡം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വെക്കുന്ന സാധനമാണ്. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ വെക്കുന്ന. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് വിചാരിക്കുക. അപ്പം BSNL അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന കേബിൾ TV ആൾക്കാരോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കണക്ടിവിറ്റി തരുന്നത്. അപ്പോൾ അവർ ആദ്യം കൊണ്ട് വെക്കുന്നത് ഒരു മോഡം എന്നൊരു ഹാർഡ്വെയർ ഡിവൈസ് ആയിരിക്കും. ഇതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഈ മോഡം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സാധനമാണ് മോഡം. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നുള്ളതാണ്. മോഡുലേറ്റർ മോഡം എന്ന് വെച്ചാൽ മോഡുലേറ്റർ. MO എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അതിൽ നിന്നാണ് നമ്മൾ ഈ മോഡം എന്നുള്ള പേര് കൊണ്ടുവന്നത്. എന്താണ് മോഡുലേറ്റ്, എന്താണ് ഡീമോഡുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗായിട്ടും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. മോഡുലേറ്റർ ചെയ്യുന്ന അനലോഗ് ടു ഡിജിറ്റലും ഡീമോഡുലേറ്റർ ആണെങ്കിൽ ഡിജിറ്റലും അനലോഗ്. അങ്ങനെ നമ്മൾ ഒരു സിഗ്നലിൽ നിന്ന് വേറെ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ നമ്മുടെ ടെലിഫോൺ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നലിനെ ഈ മോഡം ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ഇവൻ അനലോഗ് സിഗ്നൽ ആക്കിയിട്ടായിരിക്കും ഈ ഫോൺ ലൈൻ വഴി വിടുന്നത്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ടു അനലോഗ് അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആയിരിക്കും പ്രധാനമായിട്ട് ആര് ചെയ്യുന്നത്, ഈ മോഡം ചെയ്യുന്നത്. കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ ഫ്രം കമ്പ്യൂട്ടർ ഇൻറ്റു അനലോഗ് സിഗ്നൽ ഫോർ ട്രാൻസ്മിഷൻ ഓർ ടെലിഫോൺ ലൈൻ, കേബിൾ സിസ്റ്റം, വയർലെസ് മീഡിയ ആൻഡ് വൈസ് വേഴ്സ്. അപ്പം നമ്മൾ ടെലിഫോൺ ലൈൻ വഴിയാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടായിരിക്കും. വയർലെസ് ആയിട്ട് സിഗ്നൽസിനെ വിടും. ഇപ്പം അനലോഗ് ആയിട്ട് വരുന്ന ഡേറ്റേനെ നമ്മൾ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്തിട്ട് അല്ല സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, വയർലെസ് ആയിട്ട് ഡേറ്റേനെ വിടും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇൻ്റർനെറ്റ് വീട്ടിലെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി ഡിവൈസസ് ആണ് ഈ മോഡം എന്ന് പറയുന്നത്. ഇത് ആക്ട് ആസ് എ പ്രൈമറി ഇൻ്റർനെറ്റ് ആക്സസ് ഡിവൈസ് ഫോർ യൂസേഴ്സ്. വീട്ടിൽ നമ്മൾ സാധാരണ യൂസേഴ്സിന് ഇൻ്റർനെറ്റ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൈമറി ഡിവൈസ് ആണെന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്ന സാധനം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ മോഡം എന്നുള്ള ഡിവൈസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ DSL മോഡലാണ്. DSL മോഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡമാണ്. നമ്മുടെ വീട്ടിലേക്ക് പണ്ട് ഈ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നല്ലോ, ലാൻഡ് ഫോൺ. അപ്പോൾ ഈ ലാൻഡ് ഫോൺ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അവർ ഒരു പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സാധാരണ ഒരു കേബിൾ ഇട്ടിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്ക് ഇങ്ങനെ കണക്ഷൻ തരുന്നത്. അപ്പം ഈ കേബിളിൽ നിന്ന് ഇൻ്റർനെറ്റ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മോഡമാണ് DSL മോഡം എന്ന് പറയുന്നത്. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ സാധാരണ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന സിഗ്നൽസിന് അവിടെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ വെച്ചൊരു മോഡമാണ് DSL മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു DSL മോഡം കൊണ്ടുവരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് കേബിൾ TV ഒക്കെ വന്നപ്പോഴത്തേക്കും അവിടെ കേബിൾ മോഡം കൊണ്ടുവന്നു. അതായത് നമ്മുടെ ഇപ്പോൾ വീഴുന്ന നമ്മുടെ കേബിൾ നിന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളോട് യൂസ് ചെയ്യുന്നതാണ് കേബിൾ മോഡം എന്ന് പറയും, TV കേബിൾസിൽ നിന്ന്. അപ്പം ഈ DSLനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് വയർലെസ് മോഡമാണ്. വൈഫൈ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡമാണ് വയർലെസ് മോഡം എന്ന് പറയും. പിന്നെ ഇപ്പോൾ മൊബൈൽ ഡാറ്റ വഴി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടവർ വഴി ഡാറ്റനെ ആക്സസ് ചെയ്ത് മോഡം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സെല്ലുലർ മോഡം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ജിയോയുടെ ഒക്കെ ചെറിയ പ്ലഗ് ഇൻ ഡിവൈസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ പ്ലഗ് ഇൻ ഡിവൈസ് ഇത് കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിയോ ഇതിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ റേഞ്ച് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വയർലെസ് ആയിട്ട് നമുക്ക് ഡാറ്റനെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മൾ പറയുന്ന പേരാണ് സെല്ലുലർ മോഡം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് മോഡം എന്ന് പറയുന്നത്. മോഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് യൂസേഴ്സിന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് മോഡം എന്ന് പറയും. അത് മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ നെയിം. ഇത് പ്രധാനമായിട്ടും അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ അനലോഗ് കൺവേർഷനാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്.
അപ്പോൾ ഇനി എന്താണ് മോഡം എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും മോഡം. അപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നൊരു മോഡമാണിത്. അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ ടി വി മോഡമാണെങ്കിൽ കേബിൾ കണക്ഷൻ അവർ കൊണ്ടുവരുന്ന കണക്ഷൻ നമ്മളിതിലേക്ക് കൊടുക്കും. ഇതിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേന്ന് വയേർഡ് വഴി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ വയർലെസ് ആയിട്ട് ഡേറ്റ പോകും. ഇവിടുന്ന് വരുന്ന സിഗ്നൽസിനെ ഇത് വയർലെസ് ആയിട്ട് ഇവൻ കൺവേർട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് ഇവിടുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ലാപ്ടോപ്പ് ഡിവൈസുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറുകളിലോ ഒക്കെ നമുക്ക് ഈ സിഗ്നൽസിനെ ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർനെറ്റിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് മോഡം. ഇതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണെന്ന് പറയുന്നത്. ഈ മോഡം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. ഓക്കെ, ഇനി അപ്പം ഒന്നാമത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് നമ്മൾ കണ്ടു. ഇനി നമ്മുടെ രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് പറയും. റിപ്പീറ്റർ, ഇതാണ് രണ്ടാമത്തെ ഡിവൈസ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ചെയ്യുന്ന ഡിവൈസസാണ് റിപ്പീറ്റർ എന്ന് പറയും. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ 2 പോർട്ടുള്ള ഡിവൈസാണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ 2 പോർട്ടുള്ള ഡിവൈസാണ്. ഇപ്പം ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതിന് ഇവിടെ ഒരു പോർട്ട് ഉണ്ടാവും, ഇവിടെ ഒരു പോർട്ടാണ്, അങ്ങനെ 2 പോർട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേറ്റ് ആൻഡ് ആംപ്ലിഫൈസ് വീക്ക് സിഗ്നൽസ് ടു എക്സ്റ്റെൻഡ് നെറ്റ്വർക്ക് റേഞ്ച്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റ അയക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഡാറ്റ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു നെറ്റ്വർക്ക്, ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഈ നെറ്റ്വർക്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് സിഗ്നൽ വീക്കായെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു റിപ്പീറ്റർ കൊടുക്കും. അപ്പോൾ ഈ കേബിളിനെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും ഈ റിപ്പീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽസിനെ, വീക്കായിട്ടുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇത് ഒറിജിനൽ സിഗ്നലായിട്ട് റീജനറേറ്റ് ചെയ്യും അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പോർട്ട് വഴി അവൻ ഒറിജിനൽ സിഗ്നൽ അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ നമ്മൾ വീക്കായിട്ടുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണെന്ന് പറയുന്നത് റിപ്പീറ്റർ എന്ന് പറയും. റിപ്പീറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ വലുതാക്കുക, അല്ലെങ്കിൽ അതിനെ ഒറിജിനൽ സിഗ്നലാക്കി മാറ്റുക എന്നുള്ളതാണ് റിപ്പീറ്ററിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ലാർജ് ലാൻസ് ആൻഡ് വാൻസിലാണ് ഇങ്ങനെയുള്ള സിഗ്നൽ അറ്റുനേഷൻ ഇഷ്യൂ. സിഗ്നൽ അറ്റുനേഷൻ എന്ന് വെച്ചാൽ സിഗ്നൽ വീക്കായിട്ടുള്ള സിഗ്നൽസിനെ നമ്മൾ, അല്ലെങ്കിൽ വീക്കായിട്ടുള്ള സിഗ്നൽസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാർജ് വലിയൊരു ലാൻ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ വലിയൊരു വാൻ നെറ്റ്വർക്കിലോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിപ്പീറ്റർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് റിപ്പീറ്ററിൻ്റെ ഒരു ഇമേജ് നോക്കാം. ഓക്കെ, ഇതാണ് റിപ്പീറ്റർ. എന്നിട്ട് നമ്മൾ ഇതൊരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഒരു ഡാറ്റ അയക്കുകയാണ്. ഡാറ്റ അയച്ച് വലിയൊരു ലാൻ നെറ്റ്വർക്കിൽ ഇതിപ്പം ഇത് സിസ്റ്റം 1 ആണെന്ന് വിചാരിക്കുക. സിസ്റ്റം 1 ആണ്. ഇതൊരു 100ാമത്തെ, ആ നെറ്റ്വർക്കിലുള്ള 100ാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊരു വാൻ നെറ്റ്വർക്കാണ്. വാൻ നെറ്റ്വർക്കിൽ ഏതോ ഒരു കമ്പ്യൂട്ടറാണിത്. ഇത് ചിലപ്പോൾ 1000ാമത്തെ കമ്പ്യൂട്ടർ ആയിരിക്കും. ഇത് എവിടെയോ ഏതോ ഒരു പ്ലേസിലിരിക്കുന്ന, സിറ്റിയുടെ അങ്ങേ മൂലയിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളൊരു ഡാറ്റ അയക്കുന്ന സമയത്ത് ഇത് കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സിഗ്നൽ വീക്കായിപ്പോയി. വേറെ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് മൂലമോ അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിൻ്റെ മൂലമോ ഒക്കെ കുറച്ച് സിഗ്നൽ വീക്കായിപ്പോയി. അപ്പോൾ നമ്മൾ ആ വീക്കായിട്ടുള്ള സിഗ്നലിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു റിപ്പീറ്റർ വഴി, അതായത് ഇവിടെ ഇതാണ് റിപ്പീറ്റർ എന്നുള്ള ഡിവൈസ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പോർട്ട്, 2 പോർട്ടുകളെന്ന് വിചാരിക്കുക. ഇതാണ് ആദ്യത്തെ പോർട്ട്, ഇതാണ് രണ്ടാമത്തെ പോർട്ട്. ആദ്യത്തെ പോർട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് വീക്കായിട്ട് വരുന്ന സിഗ്നലിൻ്റെ വയറും ഇതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സിഗ്നൽസിനെ എടുത്ത് ഈ റിപ്പീറ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാർഡ്വെയർ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അയച്ച ഒറിജിനൽ സിഗ്നലല്ലേ, ഇവിടുന്ന് എന്ത് സിഗ്നലാണോ അയച്ചത് ആ സിഗ്നലായിട്ട് ഇവൻ റീക്രിയേറ്റ് ചെയ്യും, ഒറിജിനൽ സിഗ്നലാക്കി ഇവൻ മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പോർട്ട് വഴി കണക്ട് ചെയ്തേക്കുന്ന ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് അതേ സിഗ്നൽ തന്നെ അവിടെ കിട്ടും, നമ്മുടെ 100ാമത്തെ കമ്പ്യൂട്ടർ കിട്ടും. അപ്പോൾ ഈ റിപ്പീറ്റർ ഡിവൈസ് ഇതുള്ളൂ, ആംപ്ലിഫൈ ആൻഡ് റീജനറേറ്റ് ആണ്. ഒന്ന് ആംപ്ലിഫൈ ചെയ്യും, ആംപ്ലിഫൈ ആൻഡ് റീജനറേറ്റ്. ഈ 2 ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്, റിപ്പീറ്റർ ചെയ്യുന്നത്. ആംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒറിജിനൽ സിഗ്നലായിട്ട് അവൻ റീക്രിയേറ്റ് ഓർ റീജനറേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. 2 പോർട്ടുകളെന്ന് ഓർക്കുക. 2 പോർട്ട് ഡിവൈസാണ് റിപ്പീറ്റർ. ഒന്ന് ഇൻപുട്ടായിട്ട് വരുന്ന ലൈനും, ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലിനെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കാനായിട്ട്. ഇതാണ് റിപ്പീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. റിപ്പീറ്റർ. ഓക്കെ,
ഇനി അടുത്ത നമുക്ക് അടുത്ത ഡിവൈസ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഹബ്ബാണ്. ഹബ്ബ് ഇപ്പം ഞാൻ സ്റ്റാർ ടോപ്പോളജി പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞൊരു ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു. ഇതിന് സെൻറ്ററിൽ വെക്കുന്ന സാധനമാണ് ഹബ്ബ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പോർട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ 2 പോർട്ടാണ് റിപ്പീറ്റർ പറഞ്ഞെങ്കിൽ കൂടുതൽ പോർട്ടുള്ള റിപ്പീറ്റർ നമ്മൾ പറയുന്ന പേരാണ് ഹബ്ബ് എന്ന് പറയും. ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ് എന്തെന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ്ബ് ഈസ് എ മൾട്ടി പോർട്ട് റിപ്പീറ്റർ. ഇത് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജി നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റാർ ടോപ്പോളജി നമ്മളിങ്ങനെ സ്റ്റാർ ടോപ്പോളജി ആയിട്ട് നമ്മൾ നെറ്റ്വർക്കിനെ നമ്മൾ കണക്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് ഹബ്ബ് എന്ന് പറയും. ഇപ്പോൾ ഹബ്ബ് പ്രധാനമായിട്ടും കൂടുതൽ പോർട്ടുകൾ കാണും, 10 പോർട്ടോ 12 പോർട്ടോ അങ്ങനെയുള്ള പോർട്ടുകൾ കാണും. അങ്ങനെ മൾട്ടിപ്പിൾ പോർട്ടുകളുള്ള ഒരു റിപ്പീറ്റർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യുകയും റൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ഡേറ്റ ടു ഓൾ കണക്റ്റഡ് ഡിവൈസസ് റിഗാർഡ്ലെസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹബ്ബാണെന്ന് വിചാരിക്കുക. ഇതൊരു ഹബ്ബ് എന്ന് പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്കാണ്. ഇതിലേക്ക് ഞാൻ കമ്പ്യൂട്ടർ 1 കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കമ്പ്യൂട്ടർ 2 കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കമ്പ്യൂട്ടർ 3 കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കമ്പ്യൂട്ടർ 4 കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ 4ൽ നിന്നും ഒരു ഡേറ്റ കമ്പ്യൂട്ടർ 2ലേക്ക് അയക്കണമെന്ന് വിചാരിക്കാം. നമുക്ക് അയക്കേണ്ടത് കമ്പ്യൂട്ടർ 4ൽ നിന്നും ഒരു ഡേറ്റേനെ കമ്പ്യൂട്ടർ 2ലേക്ക് അയക്കണം. അപ്പോൾ ഈ ഡേറ്റ നേരെ ആദ്യം വരുന്നത് ഹബ്ബിലേക്ക് അയക്കും. ഈ ഹബ്ബ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റേനെ ഇവൻ ഇങ്ങോട്ട് വായിക്കും, ഇങ്ങോട്ട് വായിക്കും, ഇങ്ങോട്ട് വായിക്കും. ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അയക്കുക എന്നുള്ളതാണ്. അതായത് ഇത് ഈ ഡിവൈസിലേക്ക് ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അയക്കുക എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ്. എന്നിട്ട് ഇവിടെ കിട്ടിക്കഴിയുമ്പം C1 അല്ല ഡെസ്റ്റിനേഷൻ, ഇവൻ ഇതിനെ റിജക്റ്റ് ചെയ്യും. ഇവിടെ വരുമ്പം ഈ C4 വെച്ചാൽ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് C3 അല്ല, ഇവൻ ഇതിനെ റിജക്റ്റ് ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്കും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് C2 ആണ്, അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഹബിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അയക്കണമെങ്കിൽ ഹബ്ബ് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലേക്കും അയക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യും? അതിലാരാണോ അതിൻ്റെ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ അവൻ അതിനെ സ്വീകരിക്കും. അപ്പം ഒരു ഹബിന് മൾട്ടിപ്പിൾ ഇൻപുട്ടുകളും മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പോർട്ടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഹബ്ബ് എല്ലാ ഡിജിറ്റൽ ഡേറ്റയും അനലോഗ് ഡേറ്റയും ഇവൻ എന്ത് ചെയ്യും? അവനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ഹബിന് ഒരു ഡിജിറ്റൽ ഡേറ്റേനും അല്ലെങ്കിൽ അനലോഗ് ഡേറ്റേനും ഒക്കെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ഹബിനുണ്ട്. പ്രധാനമായിട്ട് ഹബ്ബ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ടോപ്പോളജീനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ്. റിപ്പീറ്ററിൻ്റെ സെയിം ഡ്യൂട്ടിയാണ് അവൻ ചെയ്യുന്നത്. മൾട്ടി പോർട്ട് റിപ്പീറ്റർ എന്നാണ് അതിന് ഹബിനെ പറയുന്നത്. മറ്റേ റിപ്പീറ്റർ ആണെങ്കിൽ 2 പോർട്ടേ ഉള്ളൂ, 2 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് എത്ര ഡിവൈസ് വേണം കണക്ട് ചെയ്യാം. അപ്പോൾ അത്രയും പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും മൾട്ടിപ്പിൾ പോർട്ടുകളുള്ള റിപ്പീറ്ററാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിലേക്കും ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡേറ്റ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാത്തിലേക്കും അയച്ചു കൊടുക്കും. അതിൽ ആരാണോ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ അവൻ മാത്രം അതിനെ സ്വീകരിക്കും, ബാക്കി എല്ലാവരും ഇതിനെ റിജക്റ്റ് ചെയ്ത് കളയും. ഇപ്പം നമ്മുടെ നിങ്ങളിപ്പം റേഡിയോ FM റേഡിയോ കേട്ടില്ലേ? FM റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് FM റേഡിയോ. അപ്പോൾ FM റേഡിയോ അവരെന്താ ചെയ്യുന്നത്? അവരവിടെ നിന്നൊരു ഓഡിയോ സിഗ്നലിനെ അവർ എല്ലാത്തിടത്തേക്കും അയക്കും. അതായത് ആരൊക്കെയാണോ റിസീവർ അവർക്ക് എല്ലാവർക്കും അയക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ഫോണിൽ FM ചാനൽ ട്യൂൺ ചെയ്യുന്ന വിചാരിക്കുക. 99.9 റെഡ് FM എന്ന് പറയുന്ന ഒരു ചാനൽ ട്യൂൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ആരൊക്കെ ട്യൂൺ ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും കിട്ടും. ആരൊക്കെയാണോ ഇപ്പം ഈ 99.9 എന്നുള്ള FM ചാനൽ ട്യൂൺ ചെയ്ത് റിസീവർ നിങ്ങളുടെ ഫോണെല്ലാം റിസീവർ ആണെങ്കിൽ അത് ആരൊക്കെയാണോ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത് അവർക്കെല്ലാം കിട്ടും. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് അതിന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാ റിസീവറിലേക്കും അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹബിലേക്ക് കണക്ട് ചെയ്തിട്ട് എല്ലാ റിസീവറിലേക്കും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയച്ചു കൊടുക്കും. അതിലാരാണോ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ആണ് സ്വീകരിക്കും, ബാക്കിയുള്ളവർ റിജക്റ്റ് ചെയ്ത് കളയും. ഇനി ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഹബ്സ് ആണ് പറയുന്നത്? ഒന്ന് ആക്റ്റീവ് ഹബ് ഉണ്ട്. ആക്റ്റീവ് ഹബിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യുക, റിപ്പീറ്റർ പോലെ തന്നെ വർക്ക് ചെയ്യും. പാസീവ് ഹബ് ആണെങ്കിൽ അവൻ ബൂസ്റ്റ് ചെയ്തൊന്നുമില്ല, അവൻ ജസ്റ്റ്
സോഴ്സിൽ നിന്ന് ആർക്കാണോ ഡാറ്റ അയക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടാണോ ഡാറ്റ അയക്കേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ എല്ലാത്തിലേക്കും അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പാസീവ് ഹബിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻ്റലിജൻറ്റ് ഹബ്ബുണ്ട്, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ മൊത്തം മോണിറ്റർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അതായത് പ്രൊവൈഡ് മോണിറ്ററിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അതായത് ഇവിടെ നിന്നൊരു ഡാറ്റ വന്നാൽ ആ ഡാറ്റ ആരിൽ നിന്ന് വന്നു, അതെങ്ങോട്ടൊക്കെ പോകണം, അങ്ങനെയുള്ള മോണിറ്ററിങ് ഫംഗ്ഷൻ പ്രധാനമായിട്ട് ചെയ്യുന്നതാണ് ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 ഹബ്ബുകളാണ് ആക്റ്റീവ് ഹബ്ബ്, പാസീവ് ഹബ്ബ്, ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയുന്ന 3 ഹബ്ബുകളാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് ഹബ്ബാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം. നമുക്ക് ആക്റ്റീവ് ഹബ്ബ് ജസ്റ്റ് ബൂസ്റ്റിംഗ് മാത്രം മതിയെങ്കിൽ ആക്റ്റീവ് ഹബ്ബ് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല ആംപ്ലിഫിക്കേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് സിഗ്നൽസിനെ ഫോർവേഡ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ പാസീവ് ഹബ്ബ്. ഇനി അതല്ലാതെ മോണിറ്ററിങ് കൂടെ ചെയ്യേണ്ട രീതിയിലുള്ള ഹബ്ബുകളാണ് വേണ്ടതെങ്കിൽ ഇൻ്റലിജൻറ്റ് ഹബ്ബുകൾ പർച്ചേസ് ചെയ്യേണ്ടിയിട്ട് വരും. ഇതാണ് ഒരു ഹബ്ബ് ഡിവൈസെങ്കിൽ നമ്മൾക്ക് ഇപ്പം 4 കമ്പ്യൂട്ടർ ആണെങ്കിൽ ഈ 4 കമ്പ്യൂട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ആദ്യത്തെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇത് 2ാമത്തെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇത് 3ാമത്തെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇത് 4ാമത്തെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി മേളിലും ഇത് 10 2 4 6 8 10 പോർട്ടിൻ്റെ ഹബ്ബാണ്. 10 കമ്പ്യൂട്ടർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോർട്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ PC1 നിന്നൊരു ഡാറ്റ എനിക്ക് അയക്കണമെങ്കിൽ PC1 നിന്ന് ഞാനൊരു ഡാറ്റ PC4ലേക്ക് അയക്കണമെങ്കിൽ ഞാനിവിടുന്ന് ഈ ഡാറ്റേനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഈ പോർട്ടിൽ വരുന്നു. ഈ പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹബ്ബ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ഡാറ്റേനെ PC2 അയക്കും, PC3 അയക്കും, PC4 അയക്കും. അപ്പോൾ PC2 നോക്കുമ്പോൾ ഇവനക്ക് കിട്ടുന്ന ഡാറ്റയിൽ ഇവൻ റിജക്റ്റ് ചെയ്യും, PC3 റിജക്റ്റ് ചെയ്യും, PC4 ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. ഇതായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇപ്പം നമ്മളിതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം കാണിച്ചുള്ളൂ. ഇനി ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതായിരിക്കും ഇത് ഒറിജിനൽ ഹബ്ബ്. നമ്മൾ കടയിൽ പോയിട്ട് ഇത് 2 4 6 8 പോർട്ടിൻ്റെ ഒരു ഹബ്ബ് തരാൻ പറഞ്ഞാൽ അവർ കടയിൽ നിന്ന് എടുത്ത് തരുന്നത് ഇത് ഡീലിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇങ്ങനൊരു സാധനമായിരിക്കും എടുത്ത് തരുന്നത്. ഇതിനെ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ ലാബിലോ അല്ലെങ്കിൽ 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യാനുള്ള 8 കമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ കമ്പ്യൂട്ടറിൽ നിന്ന് ഓരോ വയറെടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 8 കമ്പ്യൂട്ടറും നെറ്റ്വർക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയും. ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെയുണ്ട്. 4ാമത്തെ ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ ബ്രിഡ്ജ് എന്താ പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു സിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു സിറ്റി ഉണ്ട്, സിറ്റി 1. ഇവിടെ വേറൊരു സിറ്റി ഉണ്ട്, സിറ്റി 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നടുക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 2 സിറ്റിയെ നമുക്ക് കണക്ട് ചെയ്യണം. ബൈ റോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വലിയൊരു പാലം പണിയും. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു പാലം പണിതു. ഇവരെന്ത് ചെയ്യുന്നു, ഈ സിറ്റിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾക്കാരോ വണ്ടികളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അടുത്ത സിറ്റിയിലേക്ക് ഈ ബ്രിഡ്ജ് വഴി പോകുന്നു അല്ലേ. ഇതേ സെയിം സാധനം തന്നെയാണ്, ഇതേ സെയിം കൺസെപ്റ്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ ബ്രിഡ്ജ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതൊരു ലാൻ നെറ്റ്വർക്കാണ്. ഇത് നമ്മുടെ ഒരു ലാൻ നെറ്റ്വർക്കാണ്. ഇത് നമ്മുടെ ആദ്യത്തെ ഓഫീസ് ബിൽഡിങ്ങിലിരിക്കുന്ന ഒരു ലാൻ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ ദൂരത്തേക്ക് അപ്പുറം വീണ്ടും നമ്മുടെ തന്നെ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കും, ലാൻ നെറ്റ്വർക്ക് 2. അപ്പോൾ ഈ ലാൻ നെറ്റ്വർക്ക് 1നെയും ഈ ലാൻ നെറ്റ്വർക്ക് 2നെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിവൈസ് വെക്കും. ആ ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഈ 2 സെയിം നെറ്റ്വർക്കുകൾ, ഒരു ലാൻ നെറ്റ്വർക്കും വേറൊരു ലാൻ നെറ്റ്വർക്കും, ഈ 2 നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാലത്തെ കൂടെ കയറി ഇവിടുന്ന് ഡാറ്റ ഈ പാലത്തെ കൂടെ കയറി എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് വന്നെത്തുന്നു. ഇതാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ട് അതിന് ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം 2 സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ബ്രിഡ്ജ്. അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണെന്ന് പറയുന്നത് ബ്രിഡ്ജ് എന്ന് പറയും. ഇവിടെ നോക്കുക, കണക്ട് ആൻഡ് ഫിൽട്ടർ ട്രാഫിക് ബിറ്റ്വീൻ 2 ലാൻ സെഗ്മെൻറ്റ്. 2 ലാൻ സെഗ്മെൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫിൽട്ടർ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക.
ട്രാഫിക്കിനെ ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ഓർത്തിരുന്ന ഡേറ്റയുടെ മൂവ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാഫിക് എന്ന് പറയും. അപ്പോൾ ഈ ബ്രിഡ്ജ് വഴി ഡേറ്റ അങ്ങോട്ടും പോകണം, ഈ ബ്രിഡ്ജ് വഴി തിരിച്ചിങ്ങോട്ട് ഡേറ്റയും വരണം. അപ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രിഡ്ജ് എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് മാക് അഡ്രസ് ടു ഫോർവേഡ് ഡേറ്റ ഓൺലി ഇൻ ദ ഇൻ്റർനെറ്റ് സെഗ്മെൻറ്റ്. അതായത് ഇവിടെ ഒരു മാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആക്സസ് കൺട്രോളാണ്. ACC ആക്സസ് കൺട്രോൾ. നമ്മളൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മളൊരു ഫോണോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന് ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാവും, ഒരു അഡ്രസ്സ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാക് അഡ്രസ്സ് എന്ന് പറയും. ഇത് യൂണീക്ക് ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു മാക് അഡ്രസ്സ് ഉണ്ടാവും, വേറൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുമെങ്കിൽ അതിന് വേറൊരു മാക് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രപതിക്ക് നിങ്ങൾ ഇന്ന് രാവിലെ എണീറ്റിരുന്നിട്ട് ഒരു ത്രട്ടണിങ് മെയിൽ അയക്കുമെന്ന് വിചാരിക്കുക. നാളെ നിങ്ങളവിടെ ബോംബിടുന്നല്ലോ, അങ്ങനെ ഒരു മെസ്സേജ് അയച്ചെന്ന് വിചാരിക്കുക. ആ മെസ്സേജ് അവിടെ കിട്ടി ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് അയക്കുന്ന മെസ്സേജിനെ ഈ മാക് അഡ്രസ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഡിവൈസിൻ്റെ അഡ്രസ്സ് ഈ ലോകത്ത് വേറെ ആർക്കും കാണില്ല. കാരണം യുണീക്ക് അഡ്രസ്സാണല്ലോ. നമ്മുടെ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ അഡ്രസ്സ് ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ആ അഡ്രസ്സ് ഒരിക്കലും വേറൊരു കമ്പ്യൂട്ടറിന് വരികയില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാക് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഡേറ്റനെ ഫോർവേഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന LAN 1ൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ഈ LAN 2ൻ്റെ 8ാമത്തെ കമ്പ്യൂട്ടറിലേക്ക് എനിക്ക് ഡേറ്റ അയക്കണമെങ്കിൽ ഈ 8ാമത്തെ കമ്പ്യൂട്ടറിൻ്റെ മാക് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും, ഈ മാക് അഡ്രസ്സിനെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ 1ൽ നിന്ന് ഡേറ്റനെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ 8ലേക്ക് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒരിടത്തേക്ക്. നമ്മൾ മറ്റേ പറഞ്ഞല്ലോ, നമ്മൾ ഹബ് യൂസ് ചെയ്തപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയക്കുകയില്ല. നമുക്ക് അയക്കേണ്ട ഡെസ്റ്റിനേഷൻ്റെ മാക് അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ആ മാക് അഡ്രസ്സിലേക്ക് മാത്രം അയക്കുന്നത്. യൂസിങ് മാക് അഡ്രസ് ടു ഫോർവേഡ് ഡേറ്റ ഓൺലി ടു ദി ഇൻ്റർനെറ്റ് സെഗ്മെൻറ്റ്. അങ്ങനെ അയക്കുന്ന ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് പറയുന്നത് ഈ ബ്രിഡ്ജ്. അങ്ങനെ ആയിരിക്കും ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ വരും, നമ്മൾ 1ൽ നിന്ന് 8ലേക്ക് ഡേറ്റ അയക്കണമെങ്കിൽ ഡേറ്റ ഈ ബ്രിഡ്ജ് വരും. ബ്രിഡ്ജ് ആ ഡേറ്റനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ മാക് അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ 8ലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 LAN നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പ്രസൻറ്റേഷൻ മോഡിലിടാം, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. സോറി, ഇതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജിഫ് ഫയലാണ്. അപ്പോൾ നമ്മൾ PC1ൽ നിന്ന് നോക്കുക. PC1ൽ നിന്ന് എനിക്ക് PC2ലേക്ക് ഡേറ്റ അയക്കണമെന്ന് വിചാരിക്കും. PC1ൽ നിന്ന് ഡേറ്റ അയക്കേണ്ട PC2ലേക്കാണ്. അപ്പോൾ PC1ൽ നിന്ന് ഡേറ്റ അയക്കേണ്ട PC2ലേക്കാണെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് വരികയില്ല. അപ്പം ഇതൊരു LAN നെറ്റ്വർക്ക് 1 ആണ്, ഇതൊരു LAN നെറ്റ്വർക്ക് 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ LAN നെറ്റ്വർക്ക് 1ൽ നമ്മൾ 4 കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, LAN നെറ്റ്വർക്ക് 2ൽ 4 കമ്പ്യൂട്ടറുണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനിടയ്ക്ക് ഇതൊരു ബ്രിഡ്ജാണെന്ന് വിചാരിക്കുക. ഇതൊരു ബ്രിഡ്ജാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ LAN 1ൽ നിന്ന് എനിക്ക് ബ്രിഡ്ജ് വഴി LAN 2ലേക്ക് ഡേറ്റ അയക്കാം. LAN 1ൽ നിന്ന് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എനിക്ക് LAN 1ൻ്റെ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അയക്കാൻ പറ്റുള്ളൂ. LAN 2ന് ഈ ബ്രിഡ്ജ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, LAN 2ൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ LAN 1ൻ്റെ PC1ൽ നിന്ന് PC2ലേക്ക് ഡേറ്റ അയക്കണമെങ്കിൽ ഇവൻ നേരെ ആ ഡേറ്റ നേരെ ഇവിടെ വരും, ഇവിടെ വന്ന് ബ്രിഡ്ജിലേക്ക് പോകും. ബ്രിഡ്ജ് വന്നിട്ട് നോക്കും ഈ ഡേറ്റ സെഗ്മെൻറ്റ് 1ലെ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്കാണ് പോകേണ്ടത് അതോ സെഗ്മെൻറ്റ് 2ലെ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്കാണ് പോകേണ്ടത് നോക്കും. സെഗ്മെൻറ്റ് 1ലെ തന്നെയാണ്. സെഗ്മെൻറ്റ് 1ലെ ആണെങ്കിൽ PC2ലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. PC2ൻ്റെ മാക് അഡ്രസ് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റനെ PC2ലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ചെയ്യും. ഇനി അതല്ല LAN 2ൻ്റെ ഏതെങ്കിലും PC-യിലേക്കാണ് പോകേണ്ടതെങ്കിൽ LAN 2ൻ്റെ PC-യിലെ മാക് അഡ്രസ് ഇതിനകത്ത് കാണും, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് തന്നെ ഫോർവേഡ് ചെയ്യും. ഇനി അതിൻ്റെ ഒരു ജിഫ് ഇവിടെ വന്നു, PC2 എന്ന് കണ്ടുപിടിച്ചു. അവൻ നേരെ എന്ത് ചെയ്തു, ഇപ്പം PC2ൻ്റെ ഇതിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അത്രേ ഉള്ളൂ നമ്മുടെ ബ്രിഡ്ജ്. ഇനി അടുത്ത കാണാൻ പോകുന്ന സ്വിച്ചാണ്. ഇത് ഈ ബ്രിഡ്ജ് പ്രധാനമായിട്ട് 2 പോർട്ടേ ഉള്ളൂ. അപ്പം സ്വിച്ച് എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജ് പോലെ തന്നെ മൾട്ടിപ്പിൾ ലാൻ നെറ്റ്വർക്കുകളൊക്കെ കണക്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ പോർട്ടുകളുള്ള ഒരു ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് സ്വിച്ച്. മൾട്ടിപ്പിൾ പോർട്ടുള്ള ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് സ്വിച്ച് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് കുറേ ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ട്. ഈ ലാൻ നെറ്റ്വർക്കുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കമ്പ്യൂട്ടറായിട്ട് നിങ്ങൾ വിചാരിക്കുക, ഇത് നെറ്റ്വർക്കാണ്, കുറേ കമ്പ്യൂട്ടറുകളുള്ള നെറ്റ്വർക്കാണ്, ഇതൊരു ലാനാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ലാൻ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ന് പറയുന്നത് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, മൾട്ടിപ്പിൾ ബ്രിഡ്ജുകളെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോർട്ടുകളുള്ള ഒരു ബ്രിഡ്ജാണെന്ന് പറയുന്നത് സ്വിച്ച് എന്ന് പറയും. ഇനി സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റ അയക്കുന്ന സമയത്ത് അവിടെ എറർ ഉണ്ടെങ്കിൽ ആ എറർ ചെക്ക് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യത്തുള്ളൂ? ഡാറ്റേനെ ഫോർവേഡ് ചെയ്യുള്ളൂ. മറ്റേന്ന് വെച്ചാൽ ഡാറ്റ വരുന്നത് ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഡാറ്റ വരുന്നു, അത് നേരെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവൻ എററൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്വിച്ച് ഫോർവേഡ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ കൊളീഷൻ, അതായത് ഒരു ഡാറ്റയും വേറെ ഡാറ്റയും തമ്മിൽ കൂട്ടിമുട്ടുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കും. അങ്ങനെ കൊളീഷൻ ഡൊമൈൻസ് ഒക്കെ ഉണ്ട്. കൊളീഷൻ വരാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് കൊളീഷൻ ഡൊമൈൻസ് ഒക്കെ ഈ സ്വിച്ചിനകത്തുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് പോലെ തന്നെ മൾട്ടിപ്പിൾ ലാൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്വിച്ചിങ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒന്നിലധികം പോർട്ടുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, അപ്പം ബ്രിഡ്ജ് എന്നുള്ള പ്രത്യേകത മൾട്ടിപ്പിൾ പോർട്ടുണ്ട്, പിന്നെ എറർ ചെക്കിങ് നടത്തും, കൊളീഷൻ ഒഴിവാക്കാനായിട്ടുള്ള പല മെക്കാനിസംസും ഈ സ്വിച്ചിനകത്തുണ്ട്. പിന്നെ ഏതാണ് നമ്മൾ കടയിൽ പോയിട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു സാധനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്ന ഡിവൈസ് ഇതായിരിക്കും സ്വിച്ച്. അപ്പം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ലാനുകളെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവൻ ഇൻ്റലിജൻ്റ് ആണ്. ഇവൻ വരുന്ന ഡാറ്റേൻ്റെ എറർ കണ്ടുപിടിക്കും. ഈ ഡിവൈസ് വരുന്ന ഡാറ്റയുടെ എറർ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എന്താണ് കൊളീഷനൊക്കെ ഒഴിവാക്കാൻ ഉള്ള മെക്കാനിസംസ് ഒക്കെ വരുന്ന ഒക്കെ ഇതിനുള്ളിൽ ഹാർഡ്വെയർ ഡിവൈസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഡിവൈസാണ് റൂട്ടർ എന്ന് പറയും. റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക് അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞില്ല, ബ്രിഡ്ജിലൊക്കെ മാക് അഡ്രസ്സ് വെച്ചിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റ അയക്കുന്നതെങ്കിൽ റൂട്ടറിൽ നമ്മൾ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ IP എന്ന് കേട്ടിട്ടുണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. മാക് അഡ്രസ്സിന് പകരമായിട്ട് IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റേനെ റൂട്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടർ ഈസ് എ ഡിവൈസ് ലൈക്ക് സ്വിച്ച് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൂട്ടർ എന്ന് പറയും. ദാറ്റ് റൂട്ട് ഡാറ്റ പാക്കറ്റ്സ് ബേസ്ഡ് ഓൺ IP അഡ്രസ്സ്. അതായത് ഇപ്പോൾ ഇവിടെ ഇതൊരു നെറ്റ്വർക്കാണ്, ഇത് വേറൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് റൂട്ടറാണെന്ന് വിചാരിക്കാം. ഇതാണ് റൂട്ടർ എന്ന് പറയുന്ന നമ്മുടെ ഡിവൈസ്. റൂട്ടർ ഈ നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റേനെ അത് ഏത് നെറ്റ്വർക്കിൽ ഈ നെറ്റ്വർക്കിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഇവൻ തീരുമാനിക്കും. അങ്ങനെ റൂട്ട് ചെയ്ത് IP അഡ്രസ്സിനെ ബേസ് ചെയ്ത് ഈ നെറ്റ്വർക്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് ഇത് PC6 അയക്കേണ്ടതെങ്കിൽ PC6ൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് അതിലേക്ക് കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൂട്ടർ എന്ന് പറയും. ആക്ച്വലി നമ്മളതിനെ റൗട്ടർ എന്നൊക്കെയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്ന സാധനം, റൗട്ടർ എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഓരോ റൂട്ടറും അല്ലെങ്കിൽ ഓരോ റൗട്ടറും അവർ റൗട്ടിംഗ് ടേബിൾ കീപ്പ് ചെയ്യും. അതായത് ഏറ്റവും ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് നെടുങ്കണ്ടത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകാനായിട്ട് ഒരു 3 വഴിയുണ്ടെന്ന് വിചാരിക്കുക, ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട്. ഇത് കട്ടപ്പനയാണെന്ന് വിചാരിക്കുക, ഇത് നെടുങ്കണ്ടം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് വഴി ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കട്ടറില്ലാത്ത ഏറ്റവും ഷോർട്ടസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വഴിയല്ലേ. നമ്മൾ ആ വെഹിക്കിൾ പോലെ ഇരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു ബൈക്കും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇച്ചിരി കട്ടർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും ഷോർട്ടസ്റ്റ് വഴി നമ്മൾ നോക്കും. കാറും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഷോർട്ടസ്റ്റ് വഴി നമ്മൾ ഒഴിവാക്കും. കാരണം അത് മുഴുവൻ കട്ടറാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ട്രാഫിക് കുറഞ്ഞ അല്ലെങ്കിൽ കട്ടർ കുറഞ്ഞ നല്ല വഴി നമ്മൾ ചൂസ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ തരും. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പാത്ത് വഴി നമുക്ക് സോഴ്സ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് നമ്മളിവിടെ റൗട്ടിംഗ് ടേബിൾ അവൻ കീപ്പ് ചെയ്യും. ആ ടേബിളിനെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവൻ സോഴ്സ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഡിവൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡൊമൈൻ ഫോർ ബെസ്റ്റർ എഫിഷ്യൻസി. വേറെ ഒന്നുമില്ല, നമ്മുടെ ഡാറ്റ പല
ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലേ, ഈ ഈ ഈ വഴി എല്ലാം കൂടെ ഇവന് ഇതുവഴി എല്ലാം ഡാറ്റ അയച്ചു കൊടുക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ആദ്യം ചെല്ലുന്ന ഡാറ്റേനെ അവൻ സ്വീകരിക്കും, ബാക്കി വരുന്ന ഡാറ്റേനെ അവൻ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് ഡൊമെയിൻ അവൻ ഡിവൈഡ് ചെയ്ത് വെക്കും. അത് നല്ല എഫിഷ്യൻസിക്ക് വേണ്ടിയായിരിക്കും അതങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം റൂട്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. റൗട്ടർ എന്ന് പറഞ്ഞാൽ ഡിവൈസിൻ്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് ആ റൗട്ടർ എന്നുള്ള ഡിവൈസ് ഒന്ന് കാണാം. ഇതായിരിക്കും റൗട്ടർ എന്ന് പറഞ്ഞ ഡിവൈസ്. ഇത്രയുള്ള നമ്മൾ കടയിൽ പോയിട്ട് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈസ് ആയിരിക്കും തരുന്നത്. ഈ റൗട്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന, നമുക്ക് പല കമ്പ്യൂട്ടറിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവൻ IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റൂട്ട് ചെയ്യും. IP അഡ്രസ്സ്, അതായത് ഇവിടുന്ന് ഒരു ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകണം എന്നുള്ളതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ട് അതിൽ ഏത് പാത്തായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്, ഈ പാത്തിൽ കൂടെ ആണ് പോകേണ്ടത്, ഈ പാത്തിൽ കൂടെ പോകേണ്ടത് എന്നുള്ളത് ഒരു റൂട്ടിംഗ് ടേബിൾ ഇവൻ കീപ്പ് ചെയ്യും. ഒരു റൂട്ടിംഗ് ടേബിൾ ഇതിനുള്ളിൽ കീപ്പ് ചെയ്യും. ആ ടേബിളിനെ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ വരുന്ന ഡാറ്റേനെ ഈ ടേബിൾ കൺസിഡർ ചെയ്യും. ഈ ടേബിൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഏത് ബെസ്റ്റ് പാത്തിൽ കൂടെ പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇതായിരിക്കും റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, ഇനി അടുത്ത ഡിവൈസാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഗേറ്റ് വേ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് പറഞ്ഞല്ലേ, ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതൊരു ലാൻ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഇതൊരു വാൻ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ട് നെറ്റ്വർക്ക് അല്ലേ, ഒന്ന് ലാനും ഒന്ന് വാനും അല്ലേ. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. മറ്റേത് രണ്ട് ലാനും, നമ്മൾ ബ്രിഡ്ജ് പറഞ്ഞത് ഇവിടെ ഒരു ലാൻ ഇവിടെ ഒരു ലാൻ, സെയിം നെറ്റ്വർക്കുകളെ തമ്മിലാണെങ്കിൽ എന്ത് പറ്റുള്ളൂ, ബ്രിഡ്ജ് പറ്റുള്ളൂ. പക്ഷേ ഒരു ലാനും ഒരു വാനും കണക്ട് ചെയ്യാനായിട്ട് ബ്രിഡ്ജ് പറ്റിയല്ല, കാരണം അത് സെയിം നെറ്റ്വർക്ക് അല്ല. ഇതില്ല, ഒന്ന് ലോക്കൽ ഏരിയയും ഒന്ന് വൈഡ് ഏരിയ അല്ല, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ഇതൊന്ന് ലാനും ഒന്ന് വാനുമാണ്. അവിടെ നമ്മൾ ഗേറ്റ് വേ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യും. ആക്ട് ആസ് എ പ്രോട്ടോകോൾ. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യും. ഇവിടെ ഒരു പ്രോട്ടോകോളിൽ നിന്ന് വേറെ പ്രോട്ടോകോളിൽ കൺവേർട്ട് ചെയ്യാം. കണക്ട് ടു നെറ്റ്വർക്ക് യൂസിങ് ഡിഫറെൻറ്റ് ആർക്കിടെക്ചറുള്ള രണ്ട് നെറ്റ്വർക്കുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻ്റർപ്രൈസ് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഒരു ലാൻ നെറ്റ്വർക്കിനെ ഇൻ്റർനെറ്റ് കൊണ്ട് കണക്ട് ചെയ്യുക. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണല്ലോ. അപ്പം ഒരു വൈഡ് നെറ്റ്വർക്കും നമ്മുടെ ഓഫീസിലിരിക്കുന്ന ലാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു ഗേറ്റ് വേ എന്നുള്ളൊരു ഡിവൈസ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് ഗേറ്റ് വേ ഡിവൈസ് നോക്കാം. ഇതൊരു ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ്വെയർ ഡിവൈസാണ്. ഇത് നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാൻ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇത് വെളിയിലുള്ള ഒരു മെട്രോപൊളിറ്റൻ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗേറ്റ് വേ ഡിവൈസ് യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഫയർവാളാണ്. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡാറ്റേനെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു വാൾ അതായത് ഒരു ഭിത്തി പോലെ അവൻ ആക്ട് ചെയ്യും. അവൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. ഒരു വാതിൽ പോലെ അവിടെ നിൽക്കും. ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫയർവാൾ എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഡിവൈസാണ്. ദാറ്റ് ഫിൽട്ടർ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്. അതായത് നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ഇൻകമിങ് ഡാറ്റേനെയും ഔട്ട് ഗോയിങ് ഡാറ്റേനെയും അവൻ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അവൻ വേണ്ട ഡാറ്റേനെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. അതുപോലെ നമ്മൾ അയക്കുന്ന വേണ്ട ഡാറ്റേനെ മാത്രമേ വെളിയിലേക്കും കൊടുത്തു വിടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് ഫയർവാൾ എന്ന് പറയും. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യും. അൺഓതറൈസ്ഡ് ആക്സസ്. ട്രസ്റ്റഡ് ഡാറ്റ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ഇത് ഹാർഡ്വെയർ ആയിട്ടുള്ള ഡിവൈസ് കൊണ്ട് സോഫ്റ്റ്വെയർ ബേസിൽ നമുക്ക് ഈ ഫയർവാളിനെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കർമാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, മാൽവെയർ അതായത് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തടയുക, സൈബർ അറ്റാക്കുകളൊക്കെ തടയാനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫയർവാൾ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഫയർവാളിൻ്റെ ഒരു ഹാർഡ്വെയർ ബേസ്ഡ് ഞാൻ കാണിക്കുക എന്താണ് ഫയർവാൾ എന്നുള്ളത്. അപ്പോൾ ഇതൊരു നമ്മുടെ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ നമുക്ക് ഈ നെറ്റ്വർക്കിലേക്ക് ഒരു ഡാറ്റ അയക്കണമെങ്കിൽ ഇവിടുന്ന് വരുന്ന ഈ ഡാറ്റേനെ ഇതിലേക്ക് കടത്തി വിടുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഒരു ഫയർവാൾ വെക്കും. ഇതെന്ന് വെച്ചാൽ ഇതായിരിക്കും ആ ഡിവൈസ്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പോൾ ഇവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫിൽട്ടർ ചെയ്യും.
ഇവൻ ഫിൽട്ടർ ചെയ്യും. അതായത് നമ്മൾ ഇവിടുന്ന് വരുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഇവിടുന്ന് ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ എന്നുള്ളത് ഇവൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇവന് ഇങ്ങോട്ട് കൊടുത്തുവിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനോട് വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡേറ്റേനെ ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഡേറ്റേനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഫയർവാൾ എന്ന് പറയും. ഫയർവാൾ. ഓക്കെ, ഈ നോട്ട്സ് ഞാൻ അയച്ചു തന്നേക്കാം, ഈ PPT ഇട്ടേക്കാം. ഈ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.